വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വിഷയമായി വിട്ടു പോകുന്ന എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ബി.എഡ് ക്യാപ്പ് ലിങ്ക് വഴി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ബി.എഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യാൻ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ജസ്റ്റ് ക്യാപ്പ് ഐഡിയും സെക്യൂരിറ്റി കീയും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിലവിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ, അതായത് യൂണിവേഴ്സിറ്റിക്ക് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട മാൻഡേറ്ററി ഫീ നിങ്ങൾ അടയ്ക്കുകയാണ് വേണ്ടത്. അതായത് OBC വിഭാഗത്തിൽപ്പെട്ട, അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 145 രൂപയും മറ്റ് ജനറൽ OBC വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും 575 രൂപയുമാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടത്. ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ലിങ്ക് വഴി നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതായത് ജസ്റ്റ് മൊബൈൽ ഫോൺ വഴി അടക്കുന്നവരാണെങ്കിൽ ആ റെസിപ്റ്റ് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ഫോൺ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും, അതായത് നിങ്ങൾ പുതിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കുക. അപ്പം യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 5/7/2025 വൈകിട്ട് 4 മണി വരെയാണ്. അപ്പോൾ ജൂലൈ 5-ാം തീയതിക്കുള്ളിൽ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടക്കാതെ, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചില്ല എങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അലോട്ട്മെൻറ്റിനും വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ട് അടക്കുക. ലാസ്റ്റ് ഡേറ്റ് 5/7/2025 കൂടാതെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിലവിൽ വിദ്യാർത്ഥികൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ കിട്ടിയ കോളേജ് നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ലഭിച്ച കോളേജിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികളുമാണ് ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ മൂന്നാമത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് ഈ ലഭിച്ച കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഹയർ ഓപ്ഷൻസ് 1, 2 ക്യാൻസൽ ചെയ്തിട്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഡ്മിഷൻ സമയം ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ നേരിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 5/7/2025. അപ്പോൾ ഈ പറയുന്ന 5/7/2025 വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒന്നാമത് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും കൂടാതെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ 5/7/2025 ലഭിച്ച കോളേജുമായി ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ ടൈം ഉറപ്പ് വരുത്തി നിങ്ങളെല്ലാ ബന്ധപ്പെട്ട ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എടുത്ത് നിങ്ങൾ അഡ്മിഷന് വേണ്ടി കോളേജിൽ ഹാജരാവേണ്ടതാണ്. ഇനി നേരെ മറിച്ച് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ജസ്റ്റ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാൻഡേറ്ററി ഫീ അടച്ച് ജസ്റ്റ് അഡ്മിഷന് വേണ്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. കൂടാതെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷൻസ്, ഉദാഹരണത്തിന് ഇപ്പോൾ ലഭിച്ചത് 8ാമത്തെ ഓപ്ഷനാണെങ്കിൽ വിദ്യാർത്ഥിക്ക് 4, 5, 6 ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുവാൻ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ വേണ്ട ഓപ്ഷൻസ് മാത്രം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ഒരുപാട് വിദ്യാർത്ഥികൾ എവിടെയും കിട്ടാത്തവരുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും നിലവിൽ ജൂലൈ 10-ാം തീയതി പ്രസിദ്ധീകരിക്കുക. അതിന് മുന്നോടിയായിട്ട് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. കാരണം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ സമയത്തുള്ളിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. കൂടാതെ വിദ്യാർത്ഥികളുടെ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 7-ാം തീയതിയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ലഭിച്ച കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 7/7/2025.
അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10/2025 പ്രസിദ്ധീകരിക്കും. അതിന് മുന്നോടിയായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി കോട്ട, അതേപോലെ തന്നെ PWD കോട്ട തുടങ്ങിയ പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റും യൂണിവേഴ്സിറ്റി തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള വിദ്യാർത്ഥികൾ, അതായത് ഓപ്ഷൻസ് ഏഡ് ചെയ്യാനും പുതുതായിട്ട് ഏഡ് ചെയ്യാനും അത്തരത്തിൽ പല മറ്റും ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽസ്, വെയിറ്റേജ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യേണ്ടവരുണ്ട്. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം എഡിറ്റ് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റിയുടെ അവൈലബിൾ ആണ്. ആ സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ത്രൂ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഈ പറയുന്ന മെൻഡേറ്ററി ഫീ അടച്ചുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നവർ പെർമനൻ്റ് ആയിട്ട് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി എവിടെയും അഡ്മിഷൻ കിട്ടാത്ത മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ കൃത്യമായിട്ട് PSC അംഗീകാരമുള്ള B.Ed വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജസ്റ്റ് താഴെ കൊടുത്ത എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് B.Ed അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള PSCയുടെ അംഗീകാരമുള്ള മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് B.Ed പഠിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ആ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് അഡ്മിഷൻ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മറ്റു എല്ലാ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.